നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ബാങ്ക് ജോലി നേടുവാനായിട്ടുള്ള ഒരു കുറുക്കു വഴിയാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതും ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള ഒരു ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജർ ഡെസിഗ്നേഷനോടെ ഒരു 4.4 lakh പെർ ആനം CTC ശമ്പളത്തിൽ ജോലി ഉറപ്പാക്കുവാനായിട്ടുള്ള അവസരം. ഇതൊരു കുറുക്കു വഴിയാണ് എന്ന് പറയുമ്പോൾ ഏതോ തട്ടിപ്പ് ഉഡായിപ്പാണ് എന്ന് ചിന്തിക്കേണ്ട, ഒരു എളുപ്പ വഴിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ ഒരു അവസരം നിങ്ങൾ നേടുന്നത് ഒരു ജോബ് അഷ്വേർഡ് പ്രോഗ്രാമിലൂടെയാണ്. ജോബ് അഷ്വറൻസിനായിട്ട് ഈ ഒരു പ്രോഗ്രാമിനെ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫീസൊക്കെ പേ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ബാങ്കിൻ്റെ പ്രൊഫഷണൽ ഓഫർ ലെറ്റർ ലഭ്യമാകും. ഓർക്കുക, ഈ ഒരു പ്രോഗ്രാമിന് ഒരു ഫീസ് ഉണ്ടായിരിക്കും. എന്നാൽ ഒരു ഏൺ വൈൽ യു ലേൺ പ്രോഗ്രാമിലൂടെ തന്നെ ഈ കോഴ്സ് ഫീയും മറ്റ് എക്സ്പെൻസുകളും ഒക്കെ കവർ ചെയ്യുന്നതിനുള്ള അവസരങ്ങളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ ആകർഷകമായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ജോബ് അഷ്വേർഡ് ഒരു ബാങ്ക് ജോലിയിലേക്ക് എത്തുന്ന ഈ ഒരു പ്രോഗ്രാം, ഇത് മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആക്സിസ് ബാങ്ക് യങ് ബാങ്കേഴ്സ് പ്രോഗ്രാം എന്നുള്ള ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ പ്രമുഖ പ്രൈവറ്റ് ബാങ്ക് ആയിട്ടുള്ള ആക്സിസ് ബാങ്കും അതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് പദവിയുള്ള മാഹെ, അതായത് മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ കൂടി സംയുക്തമായിട്ടാണ്. ഓൾറെഡി ഏതാണ്ട് 17,000-ഓളം പേരെ ട്രെയിൻ ചെയ്ത് ഈ ആക്സിസ് ബാങ്കിലെ ജോലികളിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. ഓർക്കുക, ഇവിടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ തന്നെ ആക്സിസ് ബാങ്കിലെ ഫുൾ ടൈം അവരുടെ റോളിൽ തന്നെയുള്ള ഒരു എംപ്ലോയി ആയി തീരുവാൻ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡിൽ 4.4 lakh പെർ ആനം CTCയിൽ ഫുൾ ടൈം എംപ്ലോയി ആയി തീരുവാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഈ കോഴ്സ് വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് സർവീസസ് എന്ന ഒരു സർട്ടിഫിക്കേഷൻ ഈ മണിപ്പാൽ അക്കാഡമിയിൽ ഓഫ് ഹയർ എഡ്യൂക്കേഷനിൽ നിന്ന് ലഭ്യമാകും. ഈ പ്രോഗ്രാമിന്റെ എലിജിബിലിറ്റിയും കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. മിനിമം എലിജിബിലിറ്റി ഗ്രാജുവേഷൻ ആണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് ഇതിന് ഓപ്റ്റ് ചെയ്യാം. പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഓപ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയും. BCom, BBA, BCA, BTech, BA അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഡിഗ്രി കഴിഞ്ഞവർക്ക്. എന്തിന്, ഇപ്പോൾ ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞ് റിസൾട്ട് അവൈറ്റ് ചെയ്യുന്നവർക്കും ഇത് ഓപ്റ്റ് ചെയ്യാം. ഈ ഒരു സെലക്ഷനൊക്കെ ആയി കഴിയുന്ന സമയത്തേക്ക് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭ്യമാക്കണം എന്ന് മാത്രം. മിനിമം മാർക്ക് പെർസെൻറ്റേജ് വേണ്ടത് 50% ആണ്. ഒരു 2019 മുതൽ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയും. പ്രായപരിധി 30 years ആണ് ഇവർ സൂചിപ്പിക്കുന്നത്. ഇവിടേക്ക് വന്നാൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. ഇതിനൊരു കോഴ്സ് ഫീ, ഒരു ഫീസ് ഉണ്ട്. ഈ ഫീസ് 2,37,000 രൂപ പ്ലസ് GST എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ഫീസിനകത്ത് നിങ്ങളുടെ കോഴ്സ് ഫീ മാത്രമല്ല, നിങ്ങളുടെ ലോഡ്ജിങ്, ബോർഡിങ്, അതേപോലെ തന്നെ ഒരു ടാബ്ലറ്റ് നിങ്ങൾക്ക് ലഭ്യമാകും. ഇതിൻ്റെയൊക്കെ എക്സ്പെൻസ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നറിയുക. ഇങ്ങനെ ഒരു ഫീസ് മുടക്കിയായിരിക്കും നിങ്ങൾ ഈ പ്രോഗ്രാമിന് ഓപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. എന്നാൽ ഇതിൻ്റെ നല്ലൊരു പങ്ക് തിരികെ നേടുന്നതിനുള്ള അവസരമുണ്ട്. അതെങ്ങനെയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാം. ആദ്യത്തെ ഈ ഒരു കോഴ്സിൻ്റെ ആദ്യത്തെ 4 മാസം ഒരു ക്ലാസ് റൂം സെഷൻ ആയിരിക്കും. ഇത് നടക്കുന്നത് മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ബാംഗ്ലൂർ വെച്ചിട്ടായിരിക്കും. ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റൈഫൻഡ് ഒക്കെ ലഭ്യമാകി തുടങ്ങും. പിന്നീട് ഒരു 3 മാസം ഒരു ഇന്റേൺഷിപ്പ് പീരീഡ് ആണ്. ഇത് ഏതെങ്കിലുമൊക്കെ ആക്സിസ് ബാങ്കിൻ്റെ ബ്രാഞ്ചിലായിരിക്കും നിങ്ങൾ ഈ ഇന്റേൺഷിപ്പ് ചെയ്യുക. അതുകൂടാതെ ഒരു 5 മാസം ഓൺ ദ ജോബ് ട്രെയിനിങ് ആയിരിക്കും. അതും ആക്സിസ് ബാങ്കിൻ്റെ ബ്രാഞ്ചുകളിലായിരിക്കും. ഈ 3 ഘട്ടങ്ങളിലും നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് ലഭ്യമാകും. ആദ്യത്തെ ഈ ഒരു 4 months ക്ലാസ് റൂം ട്രെയിനിങ്ങിൻ്റെ സമയത്ത് 5,000 രൂപ ആയിരിക്കും പെർ മന്ത് സ്റ്റൈഫൻഡ് ലഭ്യമാകുക. പിന്നീട് ഈ 3 months ഇന്റേൺഷിപ്പിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ സ്റ്റൈഫൻഡ് ലഭ്യമാകും. അപ്പോൾ അതാണ് ഇവർ പറയുന്ന ഓൺ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് 4 months ക്ലാസ് റൂം ട്രെയിനിങ് ആൻഡ് 3 months ഇന്റേൺഷിപ്പ് ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ അറ്റ് ദ ബാങ്ക് ആസ് അസിസ്റ്റന്റ് മാനേജർ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സ് സ്ട്രക്ചർ ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ കോഴ്സിൻ്റെ ഒക്കെ ഒരു ഔട്ട്കം ആയിട്ട് സൂചിപ്പിക്കുന്നത് കസ്റ്റമർ ഓറിയന്റേഷൻ, സെയിൽസ് മൈൻഡ് സെറ്റ് ഒക്കെയാണ്. ഡൊമൈൻ എക്സ്പെർട്ടൈസ് ഡെവലപ്പ് ചെയ്യാനും പ്രൊഫഷണൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും കോഴ്സ് സഹായിക്കും. ഈ കോഴ്സ് വിജയകരമായി പൂർത്തീകരിക്കുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു,
ഈ മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് സർവീസസ് എന്ന ഒരു സർട്ടിഫിക്കേഷൻ ഒക്കെ ലഭ്യമാകും. ബാക്കി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എലിജിബിലിറ്റി ഒക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അതൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഹു ഷുഡ് അപ്ലൈ ഉണ്ട്. ഈ സെലക്ഷൻ പ്രോസസ്സ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ളൊരു ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. അപ്പോൾ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഒന്ന് ഇതിന് അപ്ലൈ ചെയ്യണം. അവർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫീയും കൂടി ഒരു ചെറിയ എമൗണ്ട് നൽകേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു ഓൺലൈൻ അസസ്മെന്റ് ഉണ്ട്. ഈ അസസ്മെന്റിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഈ ഒരു അസസ്മെന്റ് നിങ്ങൾ എടുക്കണം. അസസ്മെന്റ് വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് ഇവര് സെലക്ഷൻ നൽകി പ്രൊഫഷണൽ ഓഫർ ലെറ്റർ നൽകും. പിന്നീട് ഫീസ് പേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പഠനങ്ങളിലേക്കൊക്കെ എത്തുവാനായിട്ട് കഴിയും. അപ്പം അതൊരു 1 year പ്രോഗ്രാമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആക്സിസ് ബാങ്കിലെ ഓപ്പർച്യൂണിറ്റികളിൽ ജോലിയിലേക്ക് എത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ FAQയിൽ വന്ന് അത് ക്ലാരിഫൈ ചെയ്യാം. പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ ഈ ജോലിയിൽ ജോബ് റോൾ ആൻഡ് കോമ്പൻസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ആരായിരിക്കും എലിജിബിൾ ആവുക, പ്രോഗ്രാം സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഈ ഒരു നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിനൊരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ആ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയായിരിക്കും എന്ന് ഇവരുടെ സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു 2 stages ഉണ്ടായിരിക്കും. ഒരു പ്രോക്റ്റഡ് ഓൺലൈൻ അസസ്മെന്റ് ആയിരിക്കും. പ്രോക്റ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വെബ് ക്യാമിലൂടെ അവരെ വാച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സാമിനേഷൻ ആയിരിക്കും. ലെവൽ 1 റിട്ടൺ ടെസ്റ്റ് ആയിരിക്കും. ഇവിടെ നിങ്ങളുടെ വെർബൽ എബിലിറ്റി, അനാലിറ്റിക്കൽ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി, റിട്ടൺ ഇംഗ്ലീഷ് ടെസ്റ്റ്, ലിസ്ണിംഗ് കോംപ്രിഹെൻഷൻ ടെസ്റ്റ്, ഇതൊക്കെ ആയിരിക്കും നടക്കുക. അത് കഴിഞ്ഞിട്ട് ലെവൽ 2 ഒരു വീഡിയോ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഓൺലൈൻ AI വീഡിയോ അസസ്മെന്റിലൂടെ ആയിരിക്കും ഇവർ ഫൈനൽ സെലക്ഷൻ നടത്തുക. സെലക്ടഡ് കാൻഡിഡേറ്റ്സിന് അഡ്മിഷൻ ലെറ്റർ കൊടുക്കും. ഓൺ കംപ്ലീഷൻ ഓഫ് ദ അഡ്മിഷൻ ഫോർമാലിറ്റീസ് സെലക്ടഡ് കാൻഡിഡേറ്റ്സ് ഷാൽ ബി എൻറോൾഡ് ഇൻ ദ ക്യാമ്പസ്. ബാംഗ്ലൂരിൽ പോയിട്ട് ഇത് നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ, ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഫുൾ ഡ്യൂറേഷന് 12 months ആയിരിക്കും. അതിൽ ആദ്യത്തെ 4 മാസം ക്ലാസ് റൂം സെഷൻ ആയിരിക്കും. അത് ബാംഗ്ലൂർ മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷനിലായിരിക്കും. ആ സമയത്ത് ഏകദേശം 5000 രൂപയായിരിക്കും നിങ്ങൾക്ക് പ്രതിമാസ സ്റ്റൈഫൻഡ് ലഭ്യമാവുക. പിന്നീട് ഒരു 3 months ഇന്റേൺഷിപ്പ് ആയിരിക്കും ആക്സിസ് ബാങ്കിൽ. ആ സമയത്ത് ഏതാണ്ട് 25,000 രൂപയാണ് പ്രതിമാസം സ്റ്റൈഫൻഡായിട്ട് ലഭ്യമാകുക. പിന്നീടുള്ള 5 മാസം അതിന് തുല്യമായിട്ടുള്ള ഒരു സാലറി ആയിരിക്കും പ്രതിമാസം ലഭ്യമാകുക എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 1 year സ്റ്റൈഫൻഡിലൂടെ തന്നെ നിങ്ങൾ ഈ പ്രോഗ്രാമിന് സ്പെൻഡ് ചെയ്യുന്ന തുക ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, 2,37,000 ആണ്, പ്ലസ് GST ഒക്കെ ഉണ്ട്. ആ ഒരു തുകയിൽ നല്ലൊരു പങ്കും കവർ ചെയ്യുന്നതിനൊക്കെയുള്ള ഈ സ്റ്റൈഫൻഡ് സഹായിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഇവർ ഓഫർ ചെയ്യുന്ന ശമ്പളം അസിസ്റ്റന്റ് മാനേജർ ലെവലിൽ 4.4 lakh per annum എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് CTC ആണ്, കോസ്റ്റ് കമ്പനിയാണ്. അത് ഒരു ഇൻഹാൻഡ് സാലറി അല്ല എന്നുള്ള കാര്യം ഓർക്കുക. നിങ്ങളുടെ നോൺ ക്യാഷബിൾ ബെനിഫിറ്റ്സ് ഉൾപ്പെടെ ചില ഇൻസെൻറ്റീവ്സ് ഒക്കെ ഉൾപ്പെടെയുള്ള തുകയായിരിക്കും ഇപ്പോൾ 4.4 lakh എന്നുള്ളത്. കൃത്യമായ സാലറി ഇവരുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി മാത്രം മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു നല്ല അവസരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇവരുടെ അസസ്മെന്റ് ടെസ്റ്റ് എടുക്കുക. അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി മാത്രം മുന്നോട്ടേക്ക് പോവുക. ഏതായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരെ ഈ ബാങ്ക് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാഗം കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.